ഹലോ ഗായ്സ്, ഒരു നല്ല നാടൻ ഊണ് കഴിച്ചാലോ നമുക്ക്. ഫസ്റ്റ് നമ്മൾ ചക്കച്ചുള വെച്ച് കൊടുക്കണം. നമ്മൾ ചക്കക്കുരു ഇട്ടോ കറി വെക്കണത്. ചക്കക്കുരു മഞ്ഞൾപ്പൊടിയും മുളകും ഒക്കെ ഇട്ടാണ് തേങ്ങ അരച്ചാണ് വെച്ചതാണത്. നമുക്കിത് കടുക് വറക്കാണ്ട് എന്നിട്ട് വേണം നമുക്ക് ചോറ്. അതിന് നമ്മൾ പാത്രം വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചാൽ നമ്മൾ എണ്ണ ചൂടായിട്ട് കുറച്ച് കടുകിടാം. കടുക് അപ്പോൾ കടുക് ഇട്ടാണ്ട് നമ്മളെന്ത് ചെയ്യുക, കടുക് തുറക്കാതെ താമസാത്തത് എണ്ണ ചൂടാതിന് നമ്മൾ കുറച്ച് കടുകിടാം. കടുകിട്ടു. കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരു കരിവേപ്പിൻ്റെ അല്ലി ഉണ്ടായിരുന്നു അവിടെ, അതെടുക്കുക. എടുത്താണ്ട് നമ്മൾ ഗ്യാസ് കുറച്ച് തീ കുറക്കുന്നത് നല്ലതാണ്. എന്നിട്ട് കറിവേപ്പില പ്ലസ് നല്ല കായ സദ്യകൾ എന്നിട്ട് നമ്മൾ ചക്കക്കുരു കണ്ട് വെച്ചെടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ മുരിങ്ങൻ്റെ ഇല നന്നായി കഴിക്കുക. നല്ല ഇളയ മുരിങ്ങൻ്റെ നമ്മളെടുത്ത് നന്നായിട്ട് ഇങ്ങനെ കേക്ക് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കേക്ക് ഊറ്റി നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ ചിരണ്ട നേരത്തെ കടുക് വറുത്ത ചട്ടിയിൽ നമ്മൾ ചൂടാക്കിയിട്ട് ഈ മുരിങ്ങൻ്റെ ഇല ഇട്ട് വെക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ട്. ഞാനൊരു ഫുൾ ഇട്ട് കൊടുത്തില്ല കേട്ടോ, കാരണം കുറച്ചും കൂടി ഇട്ട് വെക്കുക. ശരി വെച്ചതൊക്കെ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ ഇതിലേക്ക് മിക്സി ഓണാക്കിയാണ് നമ്മളിലേക്ക് അരച്ച് ഇളക്കി യോജിപ്പിക്കുക. മുരിങ്ങൻ്റെ ഇല എന്തൊരു ടേസ്റ്റാണ്. ഉപ്പിട്ട് കൊടുക്കുക. What a wonderful. After that we will wait for this moringa to cook, and we are cooking just the moringa and it's ready, and the chakakuru curry is here. What a wonderful taste, guys. So what's next, you are wondering? We'll mix some dry fish fry. അത് തലമീനാണ് കേട്ടോ. അപ്പോൾ നമ്മളത് പൊരിച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് കഴിക്കുന്ന പേടി. വാട്ട് എ വണ്ടർഫുൾ. കുറച്ച് നേരത്തെ കഴിച്ചു. പിന്നെ കുറച്ച് വെണ്ടക്ക മുളകിട്ടതുണ്ട്. ഇതൊക്കെ കൂട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യാം, ചോറെടുക്കുക ആദ്യം. എന്നിട്ട് ഇതൊക്കെ ആഡ് ചെയ്താണ്ട് കഴിക്കാൻ മക്കളെ അടിപൊളി ടേസ്റ്റ്. കുറച്ച് ഉണക്കമീൻ അതിൻ്റെ മേലെ വെച്ചാൽ ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്.